എസ്പെഷ്യലി രമേശ് ചേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ എനിക്കൊരു സമാധാനമാണെന്നുള്ളത്. അതെ ഇതിന് ശരിക്കും ഇന്റീരിയർ ഡിസൈൻ വളരെ വലിയൊരു പങ്ക് അതെ വഹിക്കുന്നുണ്ടാവില്ലേ? അതെ അപ്പോൾ ഇതേപോലെയുള്ള സ്വപ്നങ്ങളുള്ള ഒരുപാട് ആളുകളുണ്ടാവും. അപ്പോൾ അവർക്ക് നമ്മളുടെ മുമ്പിലേക്ക് വരുന്ന ക്ലയൻസിന് നമുക്കൊരു ക്വസ്റ്റ്യനറോ മറ്റോ ഉണ്ടോ, അല്ലെങ്കിൽ എങ്ങനെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് അവർ നമ്മളോട് ഉറപ്പായിട്ടും കുറെ കാര്യങ്ങൾ പറയും, നമ്മൾ എന്തൊക്കെയാ അവരോട് ചോദിക്കുക? ഞാൻ എല്ലാരും ചോദിക്കുമെന്ന് അറിയത്തില്ല, നമ്മുടെ കമ്പനിയിൽ ബജറ്റ് ചോദിക്കാറുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, പലരും വീട് പണിത് കടക്കിണിയിലാവുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. ഇപ്പോൾ ഒരു കാലഘട്ടത്തിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പോഷ്നെസ് കാണിക്കാനായിട്ടുള്ളത് ബെസ്റ്റ് ഓപ്ഷൻ ആയിരുന്നു ഒരുപാട് ഇല്ലാത്ത പൈസ മുടക്കി വീട് പണിയാന്നുള്ളത്. എലിവേഷനൊക്കെ പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നിപ്പം അതിൻ്റെ ഒരു കോൺസെപ്റ്റ് മാറി. ഇപ്പം റിക്വയർമെന്റിനാണ് പ്രയോറിറ്റി. ഇപ്പം നമ്മളൊരു വീട് പണിയാന്ന് ഇപ്പം ചിന്തിക്കുമ്പോൾ നമ്മൾ പണ്ട് വീടിന്റെ പുറം വശത്തു നിന്നുള്ളൊരു പിക്ചർ ആയിരുന്നു. ഇപ്പം നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വീട് പണിയാൻ പോവാണ്. വീട് എന്ന് പറയുമ്പോൾ ആ ഉള്ളിലെ കാര്യങ്ങൾ, ഇന്റീരിയർ ആണ് നമ്മുടെ മനസ്സിലേക്ക് വരിക. അപ്പൊ നമ്മുടെ ആവശ്യത്തിനായിരിക്കണം നമ്മുടെ വീട് പണിയുക. അതെ, നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചായിരിക്കണം. അപ്പൊ ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ റെഫർ ചെയ്ത് വരുന്ന ആൾക്കാരോട് നമ്മൾ പറയാറുണ്ട്, മിനിമൽ ആയിട്ടുള്ളതിനാണ് ഏറ്റവും ഭംഗി എന്നുള്ളത്. നമ്മുടെ ബഡ്ജറ്റിനുള്ളിൽ ഡിസൈൻ ചെയ്ത് തരാനായിട്ട് ഞങ്ങൾ വില്ലിങ് ആണ്. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും ബഡ്ജറ്റ് ചോദിക്കാറുണ്ട്. ഇപ്പം നമുക്ക് ഒരേ പ്രോജക്റ്റ്, ഇപ്പം 2 BHK അപ്പാർട്ട്മെന്റ് നമുക്കൊരു 4 ലക്ഷം രൂപയ്ക്ക് ചെയ്യാം, അല്ലെങ്കിൽ 3.5 ലക്ഷം രൂപയ്ക്ക് ചെയ്യാം. അത് വേണമെങ്കിൽ നമുക്ക് 50 ലക്ഷം രൂപയ്ക്കും ചെയ്യാം. ഇത് ഒരു ഡിഫറെൻറ്റ് ഒരു രീതിയിലുള്ള മെറ്റീരിയൽസ് അതിൽ ഫാക്ടറാണ്, ഡിസൈൻ ഫാക്ടറാണ്. ഒരു ചെറിയ TV യൂണിറ്റ് ചിലപ്പോൾ നമ്മൾ കൊട്ടേഷൻ കൊടുക്കുമ്പോൾ ചിലതിനൊരു നിസ്സാര എമൗണ്ട് ആയിരിക്കും, ഡിസൈൻ ചെറിയ സ്ലൈറ്റ് വേരിയേഷൻ ഉണ്ടാകുമ്പോൾ അതിൻ്റെ എമൗണ്ട് ഇരട്ടിക്കാറുണ്ട്. അപ്പോൾ അത് നമ്മൾ അവരെ പറഞ്ഞു മനസ്സിലാക്കി ബജറ്റിനനുസരിച്ചിട്ട് ഇതിലേക്ക് വരിക എന്നുള്ളത് നമ്മൾ ഗൈഡ് ചെയ്യുന്ന കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ അവരുടെ റിക്വയർമെൻറ്റ് എന്താണ് എന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ചിലർക്ക് പലപ്പോഴും പറ്റുന്ന ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഇപ്പോൾ ചെറിയ കുട്ടികളുള്ള ക്ലയൻസ് വരികയെന്ന് വെച്ചു, നമ്മുടെ ക്ലയൻസിൻ്റെ ഫാമിലിയെ പറ്റിയും പഠിക്കാറുണ്ട്. അതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചെറിയ കുട്ടികളുള്ളവർക്ക് അവർ പ്രിഫർ ചെയ്ത് വരുന്നത് പ്യുവർ വൈറ്റ് ആയിരിക്കണം ഫുള്ള് എന്ന് പറയും. പിന്നെ അതുപോലെ തന്നെ ഇപ്പം സീറ്റിങ്ങിലാണെങ്കിലും ഒക്കെ ഇപ്പം വെൽവെറ്റ് അങ്ങനെയുള്ള ടൈപ്പുകൾ ഉള്ള സോഫാസ് വേണം എന്നൊക്കെ പറയുന്നവരോട് നമ്മൾ പറയാറുണ്ട്, വേണമെങ്കിൽ ലെതർ അല്ലെങ്കിൽ മറ്റൊരു ഫോമിലേക്ക് നമുക്ക് പ്രിഫർ ചെയ്യാം. അങ്ങനെ കുട്ടികളാണ്, അത് സ്പോയിൽ ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇത്രയും ബ്രൈറ്റ് ഷെയ്ഡ്സ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള ഷെയ്ഡ്സ് നമ്മൾ സജസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ പ്രായമുള്ള വ്യക്തികളുടെ ഒരു ബെഡ്റൂമാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹൈറ്റ്, ഈവൻ നമ്മൾ കോട്ടിൻ്റെ സൈസ് വരെ അതിനനുസരിച്ചിട്ടാണ് ക്രമീകരിക്കേണ്ടത്.